പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ തിരുവല്ലയിൽ റോഡിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾ അതിനുള്ള ഗതാഗതത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാറ്റിലും മഴയിലും വീട് തകർന്നിരിക്കുന്നു. വൈപ്പൂർ പാലത്താനം നഗറിലെ ശാന്തമ്മയുടെ വീടാണ് തകർന്നതിലൊന്ന്. വീട്ടിലുണ്ടായിരുന്ന 2 പേർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തിരുവല്ലയിൽ മാത്രം തുറന്നിരിക്കുന്നു. 7 കുടുംബങ്ങളിൽ നിന്നുള്ള 27 പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത്. ഇനി പന്തളം പൂഴിക്കാട് UP സ്കൂളിലെ മരം കടപുഴകി വീണിരിക്കുന്നു. മതിലും വൈദ്യുതി ലൈനും തകർത്ത് റോഡിലേക്കാണ് വീണത്. അടൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തടി മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പാറക്കോട് മേഖലയിലും വലിയ മഴയാണ്. അവിടെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായിരിക്കുന്നു. മരം കടപുഴകി വീണ്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നൽകുക CK അഭിലാലാണ്. അഭിലാൽ, ജില്ലയിൽ വലിയ കെടുതിയുണ്ട്. പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ തിരുവല്ലയിൽ മഴ തുടരുകയാണോ? വാഹനം തടസ്സപ്പെട്ടിരിക്കുകയാണോ? എവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത്? ഇന്നലത്തെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ ഇന്ന് കാര്യമായ കുറവുണ്ട്. അതേസമയം തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലെ നെടുമ്പറം ഭാഗത്ത് റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പമ്പയും മണിമലയും കടന്നു പോകുന്ന മേഖലയാണ്. ഈ പ്രദേശത്തെ തോടുകൾ അടക്കം കരകവിഞ്ഞാണ് റോഡിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനാണ് നേരിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. എന്നാൽ ബാക്കി വാഹനങ്ങളുടെ ഗതാഗതത്തിന് യാതൊരു തടസ്സവുമില്ല. ഒരുപക്ഷേ രാത്രി മഴ കനത്താൽ റോഡിലേക്ക് കൂടുതൽ വെള്ളം കയറുകയും അത് ഗതാഗത തടസ്സത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 24 മണിക്കൂറിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ജില്ലയിൽ 71 വീടുകൾക്കാണ് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. താലൂക്ക് അടിസ്ഥാനത്തിലെ കണക്ക് ഇപ്രകാരമാണ്: റാന്നി 17, കോന്നി 16, മല്ലപ്പള്ളി 12, തിരുവല്ല 10, കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിലായി 8 വീതം വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മല്ലപ്പള്ളി താലൂക്ക് പരിധിയിലെ കീഴ്വായ്പൂരിൽ ഒരു വീടിന് കൂടി കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കനത്ത കാറ്റിനെ തുടർന്നാണ് വീടിൻ്റെ തകർച്ച സംഭവിച്ചത്. ശാന്തമ്മ എന്ന ആളിലും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളായ മറ്റ് 5 പേരും കൂടിയുള്ള സമയത്താണ് ആസ്പെറ്റോർ ഷീറ്റ് അടക്കം തകർന്നു വീണത്. 2 പേർക്ക് നേരിയ പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നായ കക്കി ആണത്തോട് ഡാമിൻ്റെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയോട് അടുക്കുകയാണ്. 1 മീറ്റർ കൂടി ജലനിരപ്പ് ഉയർന്നാൽ ജാഗ്രതാ നിർദ്ദേശം നൽകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഇന്നലെ തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള കാര്യമായ പ്രവർത്തനങ്ങളിലായിരുന്നു ഇന്ന് KSEB. രാത്രിയോടുകൂടി പൂർണ്ണതോതിൽ ഇത് സജ്ജമാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 2 ദിവസത്തെ മഴക്കെടുതികൾ കണക്കിലെടുക്കുമ്പോൾ കാറ്റ് മൂലമുണ്ടായ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നുള്ളതാണ് കണക്കുകൾ. CK അഭിലാലാണ് വിവരങ്ങൾ നൽകുന്നു.